നവകേരള മാർച്ചിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിലെത്തിയ പിണറായി വിജയൻ ഭിന്നശേഷിക്കാരുടെ സംഗമത്തിൽ പങ്കെടുത്തു. വലിയ ആവേശത്തോടെയാണ് 100-ലധികം പേർ ശാരീരിക വിഷമതകൾ മറന്ന് പിണറായിയെ കാണാനെത്തിയത്. ശാരീരിക പരാധീനതയെ നിശ്ചയദാർഢ്യം കൊണ്ട് അതിജീവിച്ചവരുടെ ഒത്തുകൂടലായിരുന്നു നവകേരള മാർച്ചിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ നടന്നത്. ജനനായകന് അവർ നൽകിയത് ഊഷ്മള വരവേൽപ്പ്. ഓരോരുത്തരുടെയും സമീപം ചെന്ന് അവരുടെ സുഖവിവരങ്ങൾ പിണറായി നേരിട്ടന്വേഷിച്ചു. 100-ലധികം പേർ കൂടിക്കാഴ്ചയ്ക്കെത്തിയിരുന്നു. ഇടതുഭരണത്തിലുള്ള പെരിന്തൽമണ്ണ നഗരസഭ വർഷങ്ങളായി സാന്ത്വനം പരിപാടിയുടെ ഭാഗമായി ഓരോ വർഷവും 10 ദിവസം നീളുന്ന ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ രംഗത്ത് നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങളെ പിണറായി അഭിനന്ദിച്ചു. എന്നാൽ ഇവർക്ക് ജീവിതോപാധി കൂടി കണ്ടെത്താൻ നഗരസഭ ശ്രദ്ധിക്കണമെന്നായിരുന്നു പിണറായിയുടെ നിർദ്ദേശം. ഭിന്നശേഷിയായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. അത് ഉള്ള യാഥാർത്ഥ്യം വെച്ചുകൊണ്ട് അവരവരുടെ ശേഷി പ്രയോഗിക്കാനുള്ള അവസരം നൽകുകയാണ് വേണ്ടത്. അത് സ്വന്തമായി ചെയ്യാൻ ചില പ്രയാസങ്ങളുണ്ടാവും. അതിന് നമ്മളൊന്ന് സഹായിച്ചു കൊടുക്കുകകൂടി ചെയ്താൽ നല്ല ജീവിതം ഓരോരുത്തർക്കും നയിക്കാൻ കഴിയും. ഭിന്നശേഷിയുള്ളവരുടെ കുടുംബാംഗങ്ങളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരും പങ്കെടുത്തു. ഇവർക്കൊപ്പമായിരുന്നു പിണറായിയുടെ പ്രഭാത ഭക്ഷണം.